കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 50 അതിൻ്റെ 15-ാമത്തെ വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് 50-ാം സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും ന്യായാധിപതി എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നീതിമാന്മാരാണെങ്കിലും ദുഷ്ടന്മാരാണെങ്കിലും ദൈവം കൃത്യമായിട്ട് ന്യായം വിധിക്കുമെന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് വിശ്വാസ മക്കളുടെ ഒരു പ്രകൃതി എന്ന് പറയുന്നൊരു ഭാഗമാണ് ഈ വാക്കല്ലേ. നല്ല കാലത്ത് ദൈവത്തെ വിളിക്കത്തില്ല, പക്ഷേ കഷ്ടകാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു നോർമൽ ഗതിയിൽ നമ്മൾ ചിന്തിച്ചാൽ സകല ആൾക്കാരും കാര്യസാധ്യത്തിന് വേണ്ടി സ്തോത്രം, ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നു, ഇല്ലെങ്കിൽ പാസ്റ്റർ അടുക്കൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നു, പിന്നെ അവർ ആ വഴിക്ക് കാണത്തുമില്ല അല്ലേ. പക്ഷെ എന്തുവാ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പലരുടെയും ആഗ്രഹവും എന്ന് പറയുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറുക എന്നുള്ളതാണ്. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാനുള്ളൊരു ഉപയോഗ വസ്തുവല്ല ദൈവം അല്ലേ. ദൈവം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, ഹൃദയം നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അത് കഷ്ടകാലത്ത് മാത്രമല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്, എല്ലാ കാലത്തും. 34-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അത് ഉയർച്ചയിലും താഴ്ചയിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ഉന്നതിയിലും ഇരിക്കുമ്പോഴും താഴ്ചയിലിരിക്കുമ്പോഴും, സ്തോത്രം, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? സേവിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇപ്പോൾ നന്നായിട്ടിരിക്കുമ്പോൾ, സമ്പത്തുള്ളപ്പോൾ പ്രശ്നമില്ല, ദൈവത്തെ വേണ്ട, ദൈവത്തെ ആരാധിക്കുന്നില്ല. ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തെ വേണ്ട, സ്തോത്രം, അല്ലെ, നന്മയോടെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തെ വേണ്ട. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ, അനാരോഗ്യം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, ജോലിയില്ലായ്മ വരുമ്പോൾ വേഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് എന്തും ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്ത് വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആ നന്മകൾ പ്രാപിച്ചു കഴിയും പിന്നെയും പഴയ ഗതിയിലേക്ക് അവർ വഴിമാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ആ ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കഷ്ടകാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ വിളിച്ചപേക്ഷിക്കണം. എന്തുകൊണ്ടാണ് വിളിച്ചപേക്ഷിക്കണമെന്ന് തിരുവചനം പറയുന്നത്? വിളിച്ചപേക്ഷിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സ്തോത്രം. 91-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാമോ? അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. അപ്പോൾ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. മനുഷ്യരിലേക്കല്ല നമ്മുടെ കണ്ണ് പോകേണ്ടത്, മനുഷ്യരിലേക്കല്ല നമ്മുടെ ആശ്രയം പോകേണ്ടത്. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സ്തോത്ര, പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ദൈവത്തിൻ്റെ പാതവിടെ നമുക്ക് കടന്നു വരാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ആ നന്മ, ആ അനുഗ്രഹത്തെ കൈവശമാക്കുവാൻ സ്വർഗമിടവരുത്തിയാട്ട് സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.